ഇടുക്കിയിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടാനയെ അരിക്കൊമ്പനെ തുരത്താൻ നടപടിയുമായി വനംവകുപ്പ്. മൂന്നാർ CCF ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അനുമതി കിട്ടിയാൽ നടപടികൾ ആരംഭിക്കും. അക്രമകാരികളായ ചക്കക്കൊമ്പനും മുട്ടവാലനും റേഡിയോ കോളർ ഘടിപ്പിക്കും. വയനാട്ടിൽ നിന്നുള്ള 20 അംഗ RRT സംഘവും 3 കുങ്കിയാനകളും എത്തും. അടുത്തയാഴ്ച തന്നെ നടപടികൾ തുടങ്ങാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുന്നതിനു വേണ്ടിയും ഉന്നതതല യോഗം ചേർന്നു. ഹൈറേഞ്ച് സർക്കിൾ CC അരുൺ RS, പ്രത്യേക ദൌത്യസംഘത്തിന്റെ തലവൻ ഡോക്ടർ അരുൺ സക്കറിയ എന്നിവരും മറ്റ് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഒരു ആഴ്ചക്കാലത്ത് ഈ വയനാട്ടിൽ നിന്ന് വന്ന RRT സംഘവും ഇവിടുത്തെ RRT സംഘവുമായിട്ട് ചേർന്ന് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, അതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുകയുണ്ടായി. ഇതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതിൻ്റെ കോൺഫ്ലിക്റ്റ് മാപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ നമ്മൾ ഇവിടെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ അകത്തുള്ള ഈ ആളുകളെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അവർക്ക് വേറൊരു സ്ഥലത്തേക്ക്, കാരണം ഈ 301 കോളനി തുടങ്ങിയിട്ടുള്ളതിലുള്ള അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും കൂടെ ഈ ഒരു ലോങ് ടേം സൊല്യൂഷനിൽ ഉൾപ്പെടുന്നതാണ്. മലപ്പുറം താനൂർ സ്കൂൾ പടി കിഴക്ക് വശം റെയിൽവേ ട്രാക്കിൽ 9 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. 40 വയസ്സ് തോന്നിക്കുന്ന യുവാവ് ആസം സ്വദേശിയാണെന്നാണ് പ്രാഥമിക നിഗമനം. ട്രെയിൻ യാത്രയ്ക്കിടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. ആളൊഴിഞ്ഞ താഴ്ചയിലുള്ള ഭാഗത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് ധോണിയിലെ കാട്ടാന ശല്യത്തിൽ RRTക്കെതിരെ നാട്ടുകാർ. ഇന്നലെ രാത്രി കാട്ടാനക്കൂട്ടം എത്തിയിട്ടും RRT സംഘം എത്തിയില്ല. RRT എത്തിയത് പുലർച്ചെയെന്നും നാട്ടുകാർ ആരോപിച്ചു. കാട്ടാനകൾ വാഴകൃഷിയും തെങ്ങും നശിപ്പിച്ചു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. പാലക്കാട് ധോണിയിൽ PT7 പിടികൂടിയിട്ടും കാട്ടാന ശല്യം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും ഇവിടെ ധോണി മായാപുരത്ത് കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. ഞാൻ നിൽക്കുന്നത് ധോണി സ്വദേശി അനിൽകുമാറിന്റെ വീട്ടിലാണ്. നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആനക്കൂട്ടം 3 ആനകളാണ് സ്ഥിരമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറങ്ങുന്നത്. വാഴയെല്ലാം നശിപ്പിച്ച് ഇവിടെ വാഴയും അതോടൊപ്പം തന്നെ മറ്റ് കൃഷികളും എല്ലാം തന്നെ നശിപ്പിക്കുന്നു, വ്യാപകമായി നശിപ്പിക്കുന്നു. അനിൽകുമാറിനോടൊപ്പം തന്നെ സാബു, പ്രദേശവാസിയായ സാബുവിൻ്റെയും വാഴ കൃഷി ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം, എപ്പോഴാണ് ആന ഇറങ്ങിയെന്നല്ലേ? ഏകദേശം രാത്രി 2 മണിയായിട്ടുണ്ടാവും. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പം ഇവിടെ വന്ന് ഭയങ്കര സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഡോർ തുറന്നു. ഒരു പടക്കം പൊട്ടിച്ചിട്ടാണ് ആന നീങ്ങിപ്പോയത്. ഇപ്പോൾ സ്ഥിരമായിട്ട് കുറേ ഉണ്ട്. ഞങ്ങളുടെ മുകളിലത്തെ 10-20 തെങ്ങ് കളഞ്ഞു. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഹാരം ഇല്ലല്ലേ? ഒരു പരിഹാരവും കാണുന്നില്ല. ഇതിൻ്റെ കൂടെയുള്ള ആനകളെയും കൂടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്നലെ 12:30 മുതൽ ജനവാസ മേഖലയിൽ ഈ ആനയുണ്ട്. അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ അനിലേട്ടൻ്റെ വീട് എടുത്തിരിക്കുന്നത്. എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. അവിടെ ഒരു 1:30 ആന എത്തിയതാണ്. 1:39 മുതൽ എൻ്റെ ഫോണിൽ ഇതുണ്ട്. 1:39 മുതൽ ഞാൻ RRTക്കാരെ വിളിക്കുന്നതാണ്. അവർ ഫോണേ എടുത്തിട്ടില്ല. ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഫോണ് അവരെടുക്കുന്നേ ഇല്ല. 3 മണി വരെ ഞാൻ അവരെ വിളിച്ചു. 3 മണി വരെ ഞാൻ ഉറങ്ങാതെ എൻ്റെ വീടിന് മുറ്റത്ത് നിൽക്കുകയാണ്. ചെറിയ പിള്ളേരാണ് എനിക്കുള്ളത്. അവരുറങ്ങുകയാണ്. അവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ ആനയും കാത്ത് ഞാൻ റോഡിൽ നിൽക്കുക. ഞാൻ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല. ഈ നമ്മളെ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥർ ഈ തരത്തിൽ പെരുമാറുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിടിച്ചതിന് ശേഷം പിന്നീട് RRT ഈ ഭാഗത്തേക്ക് കാര്യമായി നോക്കുന്നില്ലേ? ഇല്ല, RRT രാത്രി കാലങ്ങളിൽ അവരുടെ റൗണ്ടിങ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. പകൽ മുഴുവൻ അവരുടെ ഒരു 10-20 വണ്ടി അതിലേതിൽ ഓടുന്നുണ്ട്. പിന്നെ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിടിക്കുന്ന ചെറിയ മൃഗങ്ങളെ, പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെ ധോണിയിൽ കൊണ്ട് നടക്കുന്ന ഒരു വാഹനമുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള വാഹനം. അത് 2-3 പ്രാവശ്യം പാലക്കാട്ടേക്ക് ധോണിക്ക് വരുന്നുണ്ട്. അതല്ലാതെ പകൽ ഇവർ അതിലേതിലേക്ക് ഓടി നടക്കുന്നുണ്ട്. ഈ ധോണിനെ കാണാനുള്ള, ധോണിനെ ചികിത്സിക്കാനുള്ള മാർഗ്ഗങ്ങളുമായിട്ട് വരുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അവരുടെ പെട്രോളിങ് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. 1:30 മണി മുതൽ ഞാൻ 3 മണി വരെ ഞാൻ ഈ റോട്ടിൽ നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. ആരും വന്നില്ല. 4:15 ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തിട്ട് അവർ പറയുകയാണ് അവർ വേറെ ആനേനെ ഓടിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. ഇത് അതുമില്ല, ഒന്നുമില്ല. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെ ഒരു എന്താ പറയുക, ഫോൺ എടുത്തൊരു റെസ്പോൺസ് അവർ ചെയ്തിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ജനങ്ങൾ പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത്. അത്ര സ്ഥിരമാണോ ഇങ്ങനെ ഇപ്പോൾ RRTനെ വിളിച്ചിട്ട് വരാതിരിക്കുന്ന ഒരു പ്രശ്നം
മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അത് എങ്ങനെയാണ്? RRT നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ PT7 പിടിച്ച ശേഷം അവർ ഇത്തിരി സ്ലോ ആണ്. എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ആനശല്യം ഇല്ല എന്നൊരു ബോധ്യം പോലെയാണ് അവർ കാണിക്കുന്നത്. അതിന് മുന്നൊക്കെ എപ്പോൾ വിളിച്ചാലും വരുന്നതാണ്. അതിനുശേഷം ഈ 3 കാട്ടാനകൾ നിരന്തരം ഇറങ്ങുന്നുണ്ടല്ലോ. നിരന്തരം ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. കുറേ പ്രാവശ്യമായിട്ട് ഇപ്പോൾ അടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും ജനവാസ മേഖലയുടെ ഇടയിൽ കൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് PT7 പിടിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമാണ് ഇനി ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ഈ ആനകളെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നുമില്ല. ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ഇപ്പോൾ ഞങ്ങൾ വിളിച്ചാൽ അഥവാ RRT വന്നാൽ 2 പടക്കം പൊടിച്ചത് അപ്പം ആട്ടി വിട്ടുന്നല്ലാണ്ട് സ്ഥിരം ഒരു സംവിധാനം ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഈ ആനകളെ ഉൾക്കാട്ട് ശാശ്വത പരിഹാരമാണ് ആവശ്യം. അതാണ് ഇവരെല്ലാം തന്നെ പറയുന്നത്, ശാശ്വത പരിഹാരം വേണം. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ഒരു കാര്യം പറയുന്നത്, ഇന്നലെ രാത്രി ആന എത്തിയ ശേഷവും RRT വിളിച്ച ഒരു ഫോൺ എടുത്തില്ല എന്നുള്ള ഒരു വലിയ ആരോപണവും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ആളുകൾ പലപ്പോഴും ആന ഇറങ്ങുന്ന സമയത്ത് വലിയ സഹായത്തിനാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് രാത്രി അങ്ങനെ ഒരു സേവനം അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി പറയുന്നു. അതോടൊപ്പം ഈ നില തുടർന്നാൽ വീണ്ടും സമരത്തിനിറങ്ങേണ്ടി വരുമെന്ന സാഹചര്യവും വ്യക്തമാക്കുന്നുണ്ട്. വയോധികരെ കബളിപ്പിച്ച് സ്വത്ത് തട്ടിയെടുത്തതായി പരാതി. കാസർഗോഡ് ചായോത്ത് നരിമാളത്തെ MV തോമസും ഭാര്യ സെലിൻ തോമസുമാണ് മകൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ചായോത്ത് നരിമാളം സ്വദേശികളായ 75 വയസ്സുള്ള സെലിൻ തോമസ്, 86 വയസ്സുള്ള MV തോമസ് എന്നിവരാണ് സ്വന്തം ഭൂമി നിലനിർത്തുന്നതിനായി കോടതി കയറേണ്ട അവസ്ഥയിലായത്. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 25 സെന്റ് സ്ഥലവും വീടിന്റെ ആധാരവും മകളും ഭർത്താവും ചേർന്ന് ബാങ്കിൽ പണയപ്പെടുത്തി 8.5 ലക്ഷം രൂപ വായ്പയെടുത്തതായി ഇവർ ആരോപിക്കുന്നു. തങ്ങളെക്കൊണ്ട് 50,000 രൂപ വായ്പയെടുക്കുന്നു എന്ന് പറഞ്ഞാണ് ഒപ്പിടിച്ചത് എന്ന് ഇവർ പറയുന്നു. ഈ 2 മാസം ആകുന്നതിന് ഞാൻ എൻ്റെ സ്ഥലം എഴുതി കൊടുക്കും. അവളെ എന്നെ തട്ടിച്ചെടുത്ത് ചെയ്തേക്കണം, വഞ്ചിച്ച്. ഒപ്പ് വാങ്ങിച്ചു, ചുണ്ടല്ല എഴുതി തന്നെ ഒപ്പിട്ടു. എഴുതി ഒപ്പിട്ടതിന് കാരണം എഴുതാൻ എനിക്ക് അറിയാൻ, എഴുതാനും വായിക്കാൻ എനിക്ക് അറിയത്തില്ല സാർ, നോക്കാനും അല്ല. എഴുതി തന്നെ ഒരു പ്രകാരത്തിൽ ഒപ്പിടും. ഒപ്പ് എന്നോട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അറിയാം ഞാൻ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് അറിയാമോ. അത് ലോൺ പാസ്സായിട്ടുണ്ട്. ഈ 50,000 രൂപ പാസ്സായപ്പോൾ കൊറോണയുടെ സമയമല്ലേ, ഭയങ്കര തുടങ്ങിയ സമയമാണ്. അത് നമ്മൾ വിചാരിച്ചു ഇവിടെ പാസ്സായിരുന്നു പറഞ്ഞു. ശാസ്ത്രം വണ്ടിയിൽ ചെന്ന് ശാസ്ത്രം വരെ കൊണ്ട് ഞാൻ ഇവിടെ ഒപ്പിടിച്ചു. RDOയ്ക്ക് നൽകിയ പരാതിയിൽ അനുകൂല നടപടി ഉണ്ടായെങ്കിലും മകൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നു. സെയിൽ ടാക്സ് വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത MV തോമസിന് ലഭിക്കുന്ന പെൻഷൻ കൊണ്ടാണ് കുടുംബം ജീവിക്കുന്നതെന്നും വിവിധ അസുഖങ്ങൾക്ക് ചികിത്സ നടത്തി വരുന്നുണ്ടെന്നും ഇരുവരും പറഞ്ഞു. അതിനിടെയാണ് 25 ലക്ഷം രൂപയും 10 സെന്റ് സ്ഥലവും വേണമെന്നാവശ്യപ്പെട്ട് മകളും ഭർത്താവും പീഡിപ്പിക്കുന്നത് എന്നാണ് ഇരുവരും പരാതിപ്പെടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കായംകുളം നഗരത്തിൽ വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ 1 കോടിയോളം രൂപയുടെ ഖരമാലിന്യ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ലോകബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, സംസ്ഥാന സർക്കാർ എന്നിവയുമായി സഹകരിച്ചുള്ള പദ്ധതിയാണിത്. ആയുർവേദ ആശുപത്രി, ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ, KSRTC സ്റ്റാൻഡ്, മിനി സിവിൽ സ്റ്റേഷൻ, നഗരസഭാ ഓഫീസ്, MSM കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ, പോലീസ് സ്റ്റേഷൻ, ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ തുമ്പൂർ മൊഴി മാതൃക പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. വായു നിർഗമനത്തിന്റെയും ചാണകത്തിലെ സൂക്ഷ്മജീവികളുടെയും സഹായത്തോടെ മൃഗങ്ങളുടെ മൃതശരീരം വരെ ദ്രവിപ്പിച്ച് വളമാക്കുന്ന കമ്പോസ്റ്റിംഗ് രീതിയാണ് തുമ്പൂർ മൊഴി. അടുത്ത ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ കായംകുളം നഗരസഭയെ നമുക്ക് മാലിന്യമുക്തമായ നഗരമാക്കി മാറ്റാൻ കഴിയും. പല സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകളെ അടക്കം നമുക്ക് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം തന്നെ നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിച്ച് മാലിന്യങ്ങൾ കുന്നുകൂടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് നീക്കം ചെയ്ത് അവിടെയൊക്കെ തന്നെ നല്ല മനോഹരമായ പൂക്കൾ വിരിയുന്ന ചെടികൾ വെച്ച് പിടിപ്പിച്ച് തന്നെ പട്ടണത്തെ ഒരു മാലിന്യമുക്ത പട്ടണമാക്കി മാറ്റുന്നതിൻ്റെ ഒരു 25% നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള അത് ഈ വർഷം തന്നെ നമുക്ക് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഈ ശതാബ്ദിയുടെ കാലയളവ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് കായംകുളം പട്ടണത്തെ ഒരു മാലിന്യമുക്ത പട്ടണമാക്കി മാറ്റാൻ കഴിയും. ഹരിതവാതകങ്ങൾ ഏറ്റവും കുറവ് ബഹിർഗമിപ്പിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മത്സ്യ മാർക്കറ്റിനോട് അനുബന്ധിച്ച് 8 ലക്ഷം രൂപ ചെലവിൽ ബയോഗ്യാസ് പ്ലാന്റും പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ നിർമ്മിക്കും. ഇതുകൂടാതെ 30-ാം വാർഡിൽ 39,20,000 രൂപയുടെ തുമ്പൂർ മൊഴി യൂണിറ്റുകളും നിർമ്മിക്കുന്നു. അധികൃതർ നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി. സാമൂഹിക പാരിസ്ഥിതിക സുരക്ഷ സംബന്ധിച്ച് വിവരശേഖരണവും നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ P. ശശികല, നഗരസഭാ സെക്രട്ടറി S. സനിൽ, IPE ഗ്ലോബൽ ഉദ്യോഗസ്ഥർ, നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ന്യൂസ് 18 കായംകുളം. 3 വർഷമായി പെരിങ്ങമല ആത്മബോധിനി മംഗലത്തുകോണം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. പെരിങ്ങമല നിന്നും വിഴിഞ്ഞം ഭാഗത്തു നിന്നും ബാലരാമപുരത്തേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്.
കഴിഞ്ഞ 3 വർഷമായി അറ്റകുറ്റപ്പണികൾ ഇല്ലാതെ തകർന്ന നിലയിലാണ് പെരിങ്ങമല ആത്മബോധിനി മംഗലത്തുകോണം റോഡ്. പെരിങ്ങമല നിന്നും വിഴിഞ്ഞം ഭാഗത്തു നിന്നും ബാലരാമപുരത്തേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇതുവഴിയുണ്ടായിരുന്ന KSRTC ബസ് സർവീസും നിലച്ചു. നിരവധി സ്കൂൾ ബസ്സുകൾ ഇതുവഴി രാവിലെയും വൈകുന്നേരവും സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. നിലവിലിവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു സംവിധാനം ഇതിന് ഒരു ക്ലിയർ ആക്കണം. ഇവിടുത്തെ പ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്ന്. റോഡ് ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു രക്ഷയില്ല. നമ്മൾ ഒരു വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. ഈ റോഡ് എങ്ങനെ പോകണം പോലും അറിഞ്ഞു. ഇവിടെ എൻ്റെ അണക്കൂട്ടൽ 3-4 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഈ റോഡ്. ഇത് എന്ന് ക്ലിയർ ആവുമെന്ന് എനിക്ക് പറഞ്ഞു. ജില്ലാ പഞ്ചായത്താണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. ഈ ഭാഗത്തുകൂടെയുള്ള രാത്രിയാത്രയും ദുഷ്കരമാണ്. വെളിച്ചമില്ലാത്ത റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങളും പതിവാണ്. റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പെരിങ്ങമല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. ട്രെയിനുകളിൽ മോഷണം നടത്തി വന്നയാൾ തിരുവനന്തപുരത്ത് പിടിയിൽ. യാത്രക്കാരുടെ ബാഗും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്ന പുളിമാത്ത് സ്വദേശി ഗോപിനാഥനാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. മോഷണ മുതലുകൾ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മറിച്ചുവിറ്റ് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു ഇയാൾ. ഈ മാസം 2-ന് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന കണ്ണൂർ തിരുവനന്തപുരം എക്സ്പ്രസിൽ നടന്ന 2 ലക്ഷം രൂപയുടെ മൂല്യമുള്ള മോഷണത്തിന്റെ അന്വേഷണത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂർ കുറ്റിപ്പാടത്ത് പ്ലൈവുഡ് കമ്പനിയിലെ മാലിന്യക്കുഴിയിൽ വീണ കുട്ടി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹുനൂബയുടെ 4 വയസ്സുള്ള മകൻ അസ്മിനിയാണ് മരിച്ചത്. കുറ്റിപ്പാടം സ്വദേശി ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലൈവുഡ് കമ്പനിയിലാണ് അപകടം. രാവിലെ 9 മണിയോടെയാണ് സംഭവം. മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇന്ന് രാവിലെയാണ് നഗരമധ്യത്തിൽ അപകടമുണ്ടായത്. വൈപ്പിൻ സ്വദേശി ആന്റണിയാണ് മരിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗം നിയന്ത്രിക്കാൻ സംസ്ഥാന വ്യാപകമായി നിയമ നടപടികൾ കർശനമാക്കി വരികയാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കൊച്ചി മാധവ ഫാർമസി ജംഗ്ഷനിലായിരുന്നു അപകടം. സിഗ്നൽ കഴിഞ്ഞ് ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബസ് ഇടിക്കുന്നത്. അശ്രദ്ധമായി മുന്നോട്ടെടുത്ത ബസ് ഇടതുവശം സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി. ബസ്സിന് അടിയിലേക്ക് വീണ വൈപ്പിൻ സ്വദേശിയായ ആന്റണിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഇയാൾ തൽക്ഷണം മരിച്ചു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ സംസ്ഥാന വ്യാപകമായി നിയമ നടപടികൾ കർശനമാക്കി വരുന്നതായി ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കൊച്ചിയിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സജീവമാകുന്നതോടെ അപകടങ്ങൾ കുറയുമെന്നും മന്ത്രി പറഞ്ഞു. അമിതവേഗതയിൽ ഓടുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെയും ഉടമകൾക്കെതിരെയുമുള്ള നടപടി വളരെ കർശനമായിരിക്കും. കർശനമായ നടപടികൾ എടുക്കുന്നുള്ള പരാതി വ്യാപകമായി ഉണ്ടെങ്കിൽ പോലും നടപടികൾ എടുക്കുന്നതിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിന്നോട്ട് പോകുന്നതല്ല. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും അശ്രദ്ധയും മൂലം കൊച്ചി നഗരത്തിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഇരുചക്രവാഹന യാത്രക്കാരാണ് ഇതിനിരയാകുന്നത്. ഇന്നത്തെ അപകടത്തിൽ 2 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട തെങ്ങുകാവിൽ കിണർ നിർമ്മിക്കുന്നതിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. കോന്നി മുണ്ടേക്കാമുരുപ്പ് സ്വദേശി രാജനാണ് മരിച്ചത്. കിണറ്റിനുള്ളിൽ കുഴഞ്ഞു വീണ രാജനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഹൃദയാഘാതത്തെ തുടർന്നാണ് രാജൻ മരിച്ചത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കോന്നി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാസർഗോഡ് വലിയ പറമ്പ് മാടക്കാൽ പാടശേഖരത്തിലേക്ക് കവ്വായി കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് കർഷകരെ വലയ്ക്കുകയാണ്. ഇതോടെ കൃഷിനാശം പതിവാണ്. കർഷകരുടെ പരാതിയെ തുടർന്ന് മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിച്ചു. കവ്വായി കായലിനോട് ചേർന്നുള്ള മാടക്കാൽ തുറയിൽ കോരങ്കൈ പ്രദേശങ്ങളിലെ നെൽവയലുകളാണ് ഉപ്പുവെള്ളം കയറി നശിക്കുന്നത്. നിലവിലിവിടെ കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം പ്രതിരോധിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് കർഷകർ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ തടയണ പ്രയോജനപ്പെടാത്ത സാഹചര്യത്തിൽ ശാസ്ത്രീയമായ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 3 വിളയെടുക്കുന്ന കണ്ടാണ് ഇപ്പോൾ 1 വിളയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതന്നെ ഈ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം മഴയായതുകൊണ്ട് ഞാറിടാൻ കഴിയാതൊന്നും എടുത്തിട്ടില്ല. ഈ പ്രാവശ്യം ഇപ്പം ഉപ്പുവെള്ളം കയറി ഒരു 3 കൊല്ലമെങ്കിലും ഇങ്ങനെ കെട്ടിയിട്ട് വന്നായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഉപ്പ് പോകും നിലത്തിൻ്റെ. എന്നാൽ മാത്രമേ ഇപ്പോൾ കൃഷിയാക്കാൻ കഴിയും. വേലിയേറ്റ സമയത്ത് 500 മീറ്റർ ദൂരം വരെ കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. നെൽകൃഷിക്കൊപ്പം പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടാനും ഇതിടയാക്കുന്നു.
പ്രദേശത്തെ 2 തോടുകൾക്ക് ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകളാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. തടയണ സ്ഥാപിച്ചാലും 3 വർഷം വേണം മണ്ണിലെ ലവണാംശം മാറിക്കിട്ടാൻ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കണം എന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ KP വരുൺ, ഓവർസിയർ M ജഷീല എന്നിവരാണ് കർഷകർക്കൊപ്പം പ്രദേശം സന്ദർശിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. ജലനിധി പദ്ധതിയിലെ കുടിവെള്ളം മുടങ്ങിയതോടെ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കണ്ണൂർ ആലക്കോട് 3-ാം കുന്നുവാടിലെ ചപ്പാരമല നിവാസികൾ. കിണറുകൾ വറ്റിവരേണ്ടതോടെ കിലോമീറ്ററുകൾ നടന്നാണ് ഇവർ കുടിവെള്ളം എത്തിക്കുന്നത്. 12 കോടിയോളം രൂപ ചെലവഴിച്ചായിരുന്നു 10 വർഷം മുമ്പ് ആലക്കോട് പഞ്ചായത്തിൽ ജലനിധി പദ്ധതി ആരംഭിച്ചത്. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടക്കവെയാണ് ജലവിതരണം വീണ്ടും തടസ്സപ്പെട്ടത്. ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ പൊട്ടുന്നതും ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ വൈദ്യുതി വകുപ്പ് ഫ്യൂസ് ഊരിയതും കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലയ്ക്കാൻ ഇടയായി. ഈ കൂടിയ ഉദ്യോഗസ്ഥന്മാരടക്കം ഇവിടെ ലോ ക്വാളിറ്റിയുള്ള പൈപ്പ്, ലോ ക്വാളിറ്റിയുള്ള മോട്ടർ ഇതെല്ലാം മേടിച്ച് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു. പക്ഷേ അവർക്കൊക്കെ വെള്ളം കിട്ടും. ജലവിതരണം തടസ്സപ്പെട്ടതോടെ കുഴൽക്കിണർ കുഴിച്ചാൽ പോലും വെള്ളം കിട്ടാത്ത മേഖലയിലുള്ളവർ ദുരിതത്തിലാണ്. പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് കറക്റ്റ് പൈസ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഉള്ളത് ഒരു 500 രൂപ കൂട്ടിയെടുക്കണമായിരുന്നു നമ്മൾ. അത് മുൻപേ ഉള്ളവരെ കട്ട് തിന്നവർക്ക് നമുക്ക് കൂട്ടി കൊടുക്കേണ്ട കാര്യമല്ല. ഇല്ലല്ലോ, നമ്മൾ അധ്വാനിച്ചിട്ട് കൂലിപ്പണി ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയല്ല നമ്മൾ പൈസ കൊടുക്കുന്നത്. 5000 രൂപ മുതൽ 15000 രൂപ വരെ നൽകിയാണ് പലരും ജലനിധി കണക്ഷൻ എടുത്തത്. ആദ്യത്തെ കുറച്ചു മാസങ്ങളിൽ വെള്ളം കൃത്യമായി ലഭിച്ചെങ്കിലും പിന്നീട് പൈപ്പുകൾ നോക്കുകുത്തിയായി. ഞങ്ങൾ 15000 രൂപയും കൊടുത്ത് ബാക്കി 17,000 രൂപ കൊടുത്താൽ ഞങ്ങൾ ഈ വെള്ളം എടുത്തത്. 2 കൊല്ലത്തോളം ആയതേ ഉള്ളൂ ഞങ്ങൾ ഈ വെള്ളം എടുത്തിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളമെന്ന് പറയുന്നതും ഇല്ല. നമ്മൾ പൈസ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞാൽ അന്നേരം അതും കൊടുക്കും. കൃത്യം ബില്ലിന് ആ കണക്കിന് വരുമ്പോൾ ഞങ്ങൾ അതെല്ലാം കൃത്യം കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം കൊടുത്തവർക്കും വെള്ളമില്ല, കൊടുക്കാത്തവർക്കും വെള്ളമില്ല. കൂലിപ്പണിയെടുത്തും മറ്റും പണം സ്വരുക്കൂട്ടിയാണ് പലരും ജലനിധിക്കായി പണം നൽകിയത്. അധികൃതരുടെ അലംഭാവം മൂലം പദ്ധതി മുടങ്ങിയതോടെ ഇനി ആരെ സമീപിക്കണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് ചപ്പാരമലയിലെ ഈ കുടുംബങ്ങൾ. ഇത് ചപ്പാരമലയിലെ ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല. ഡേറോം, കാവുംകുടി, ചെറുപാറ തുടങ്ങിയ പല പദ്ധതികളും ഇപ്പോഴും നോക്കുകുത്തിയായി തുടരുകയാണ്. ആലക്കോട് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പല സമരങ്ങൾ നടന്നെങ്കിലും നടപടി വൈകുകയാണ്. ന്യൂസ് 18 ആലക്കോട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.